ഹലോ. അപ്പോൾ ഓണക്കാലമൊക്കെ വരികയാണ്. അപ്പോൾ നമുക്കൊരു അടിപൊളി ഓണം സ്പെഷ്യൽ നാരങ്ങ അച്ചാർ ഉണ്ടാക്കിയല്ലോ. അപ്പോൾ ഈ നാരങ്ങ അച്ചാർ ഉണ്ടാക്കാനായിട്ട് ഞാൻ ചെറുനാരങ്ങ 2 ദിവസം മുന്നേ ഒക്കെ മുറിച്ച് ഉപ്പും ചേർത്ത് കുപ്പിയിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ആദ്യമായിട്ട് നമ്മൾ ഇത്തിരി ഉലുവയും കടുകും കൂടി നന്നായിട്ടൊന്ന് വറുത്ത് പൊടിച്ചെടുക്കണം. അത് എണ്ണ ചേർക്കാതെ വറുത്തതാണ്. പിന്നെ ആവശ്യത്തിനുള്ള മുളക് പൊടി, നല്ല എരിവുള്ള മുളക് പൊടിയാണ്. വെറുതെ ചട്ടിയിലിട്ടിട്ട്, ചൂടായ ചട്ടിയിലിട്ട് വെറുതെ ഇളക്കിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഉലുവയും കടുകും ചേർത്തു. പിന്നെ ഒരിത്തിരി മാത്രം ഉപ്പ് ചേർത്തിട്ടുള്ളൂ, കാരണം നമ്മൾ നാരങ്ങയിൽ ഉപ്പ് ചേർത്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ നാരങ്ങ അച്ചാർ ഉണ്ടാക്കാനായിട്ട് ഞാൻ നാരങ്ങ വാട്ടിയിട്ടൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത് തുടച്ചു ഉപ്പും ചേർത്ത് കുപ്പിയിലിട്ട് വെച്ച് 2 ദിവസം. പിന്നെ നമ്മൾ അച്ചാർ റെഡിയായി വരുമ്പോഴേക്കും നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇത്തിരി കായപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അടിപൊളി അച്ചാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി വേണമെങ്കിൽ ഇതിലേക്ക് ഇത്തിരി നല്ലെണ്ണ കൂടി ചേർക്കാം, പക്ഷേ ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ.